ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 20 രാസലീല, ജലവിഹാരം, വനവിഹാരം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: അനന്തരം ഭഗവാൻ ജലക്രീഡയ്ക്കു ശേഷം ഗോപികമാരോടൊപ്പം ഗോവർദ്ധനത്തിലേക്ക് പോയി. അവിടെ ഗോവർദ്ധനഗിരിയുടെ ഗുഹകളിൽ രത്നഭൂമിയിൽ രാധയുമൊത്ത് ഭഗവാൻ നൃത്തം ചെയ്തു. സുന്ദരിയായ രാധാദേവിയെ യമുനയും ഗംഗയും രമാദേവിയും മാധവിയും വിരജാദേവിയും ലളിതയും വിശാഖയും മറ്റ് സഖിമാരും കൂടി ആഭരണങ്ങൾ അണിയിച്ചും തിലകം ചാർത്തിയും മറ്റും ഒരുക്കി. ശേഷം ശ്രീകൃഷ്ണ ഭഗവാനും രാധാദേവിയും ചന്ദ്രസരോവരത്തിൽ പോവുകയും ജലക്രീഡയിൽ ഏർപ്പെടുകയും ചെയ്തു. പിന്നീട് അവർ രണ്ടുപേരും പോയത് ലതാകുഞ്ചങ്ങൾ നിറഞ്ഞ ബഹുലാവനത്തിലേക്കായിരുന്നു. അവരോടൊപ്പം മറ്റു ഗോപികമാരും ഉണ്ടായിരുന്നു. തന്റെ സഖിമാരെ സന്തോഷിപ്പിക്കാൻ ഭഗവാൻ ഓടക്കുഴൽ വായിച്ചു. ആ സമയത്ത് മേഘങ്ങൾ ഗർജിച്ചുകൊണ്ട് മഴ പൊഴിക്കുകയും അങ്ങനെ അവിടുത്തെ അന്തരീക്ഷം തണുക്കുകയും ചെയ്തു. സുഖശീതളമായ കാറ്റിൽ ഭഗവാന്റെ വേണുഗാനം കൂടിയായപ്പോൾ ഗോപികമാരെല്ലാം സുഖസുഷുപ്തിയിൽ മുഴുകിക്കൊണ്ട് ഗാനാലാപനം നടത്തി. ശേഷം ഭഗവാൻ താലവനത്തിലേക്ക് പോയി. അവിടെ മണ്ഡലാകാരത്തിലുള്ള രാസനൃത്തം നടത്തി. അതിൽ പങ്കെടുത്ത ഗോപികമാർക്ക് ക്ഷീണം അനുഭവപ്പെടുകയും ദാഹം തോന്നുകയും ചെയ്തു. ഗോപികമാർ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങ് ഇവിടെ തന്നെ രാസലീല നടത്തണം എന്നാണ്. ഞങ്ങൾക്ക് അങ്ങയോടൊപ്പം ഇവിടെ ജലപാനം നടത്തണം എന്നുമുണ്ട്. അങ്ങ് എല്ലാം പരിപാലിക്കുന്നവനല്ലേ, എന്നാൽ ഇവിടെ ഒരു ജലസ്രോതസ്സും ഇല്ലല്ലോ. ഇതു കേട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ വടി കൊണ്ട് ഭൂമിദേവിയെ സ്പർശിച്ചു. ആ അവസരത്തിൽ ഗംഗയെ പോലെ ഒരു നദി അവിടെ ഉത്ഭവിച്ചു. ആ നദിയാണ് വേത്രഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ജലത്തിൽ സ്നാനം നടത്തുന്നവർ മരണശേഷം ഗോലോകധാമത്തിലേക്ക് എത്തിച്ചേരും. ഭഗവാൻ തുടർന്നും രാധയോടും ഗോപികമാരോടുമൊപ്പം ചേർന്ന് അവിടെ രാസലീലയും ജലക്രീഡയും നടത്തിയ ശേഷം കുമുദവനത്തിലേക്ക് പോയി. അവിടം അതിമനോഹരമായിരുന്നു. എവിടെ നോക്കിയാലും വണ്ടുകൾ മൂളി നടക്കുന്നതും ലതാദികൾ മന്ദമാരുതനിൽ ആടിക്കളിക്കുന്നതും കാണാമായിരുന്നു. അവിടെ വച്ച് രാധാദേവിയും മറ്റ് ഗോപികമാരും ചേർന്ന് ഭഗവാനെ പുഷ്പങ്ങളാൽ ഭംഗിയായി അലങ്കരിച്ചു. അപ്രകാരം അലങ്കരിക്കപ്പെട്ട ഭഗവാൻ വസന്ത ഋതു പോലെ ശോഭിച്ചു. മൃദംഗം, വീണ, ഓടക്കുഴൽ മുതലായ വാദ്യങ്ങളോടെ ഗോപികമാർ കൈകൊട്ടിക്കൊണ്ട് മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും നൃത്തം വയ്ക്കുകയും ചെയ്തു. അവരുടെ സന്തോഷത്തിനായി ഭഗവാൻ അവരോടൊപ്പം ആടുകയും പാടുകയും ചെയ്തു. അവിടെ വെച്ച് ഭഗവാൻ രാധാദേവിയോടൊന്നിച്ച് രാസലീല നടത്തി. ശേഷം അവർ പോയത് മധുവനത്തിലേക്കായിരുന്നു. വൈശാഖ മാസത്തിലെ സുഖശീതളമായ ചന്ദ്രികയിൽ വിടർന്ന പൂക്കളുടെ സുഗന്ധം നുകർന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ ഗോപികമാരുമൊത്ത് നൃത്തം വെച്ചു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 20-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.